എങ്ങോട്ടാ? എങ്ങോട്ടേക്ക് പോകാലോ? അല്ല, നിങ്ങൾ എങ്ങോട്ടാന്ന്? ഞങ്ങൾ ചാടിക്കാൻ. അന്ന് ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോവാ. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, എങ്ങോട്ടാ? നീ മാത്രോ? നീയും? ഓക്കെ, അപ്പൊ നിനക്ക് അറിയാം. ഞങ്ങളൊന്നുമില്ല, ഞങ്ങളിവിടെ ചാടി. നമ്മളൊന്നും ട്രിപ്പിനൊന്നും കൂട്ടില്ല. നിങ്ങള് ബൂട്ട് ക്യാമ്പ് ബോയ്സ് ട്രിപ്പ് വന്ന് നമ്മള് സ്ട്രീം ഹൗസിലുള്ള പണിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഇപ്പൊ സമയം 3 മണിയാവാറായി. ഞങ്ങള് പോയിട്ട് പിറ്റേ ദിവസം നാളെ രാവിലെ എനിക്കറിയാം. നേരെ പഠിപ്പിക്കാനാ. 3 മണിയായി. അപ്പൊ എന്റെ വീട്ടിലേക്ക് എല്ലാരും കൂടി പോവാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. പരിപാടി എന്നൊക്കെ പറഞ്ഞ എല്ലാ ബ്ലോഗിൽ വരും. ബ്ലോഗിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള നമ്മള് വ്ളോഗ് കാണണം. എന്ത് ബ്ലോഗ് കാണാൻ ഇതന്നെ. കൊമ്പാത്തിന് എന്റെ വീട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ വരുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ ഗൈസ്, ഇയാളൊക്കെ എല്ലാ ദിവസവും അവിടെയാ. പിന്നെ ഗൈസ്, അപ്പൊ എന്തായാലും കൊമ്പാത്തിന് ആദ്യമായിട്ടാണ് ഗൈസ് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നത്. ബൈക്ക് അതെ ഊബറിലല്ല, അതെ അതുണ്ടോ 2 വണ്ടി അതിനകത്ത്. അതെ പിന്നെ അല്ല, ഞാൻ മടക്കി അലക്കാനുള്ളത് ഞാൻ മടക്കി വെക്കാം. നമ്മളൊക്കെ ആലപ്പുഴക്കാരാ കേട്ടോ. അതിനുള്ള ബുദ്ധിയും തലച്ചോറൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളെ പോലെ ഇടുക്കിക്കാരല്ലേ ഞങ്ങള്. ബുദ്ധിയില്ല, പക്കണവും ഇല്ല, തലയിൽ ഏറും കളയില്ലേ വാസ്കോ? അതൊക്കെ വ്ളോഗിൽ വരും കേട്ടല്ലേ. ഇവിടെ അതല്ലേ മടി. ആലപ്പുഴയിൽ കുറച്ച് വെയിൽ കൂടുതലാണ് കേട്ടോ. അതെ ഗൈസ്, ഇവിടെ ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയാണ്. അവിടെ ഇപ്പൊ മഴയായിരിക്കും, അതാണ് വെയിൽ കൂടുതൽ. ബായിക്ക് എന്തോ പ്രശ്നമുണ്ട്. നമ്മള് ഇപ്പൊ പോയിട്ട് നാളെ വരാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തൊരു പ്ലാൻ ഇടാനാണ്? അപ്പൊ ഇവിടെ എല്ലാരും എന്താ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് റെയിൻ കോട്ട് ഇടാൻ പറ്റുവാ? അപ്പൊ എന്തായാലും ഞങ്ങള് പോവാനുള്ള ഇതില് ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞ് ഇയാൾ എന്തൊരു മനുഷ്യ തനിക്ക് ഒരു ക്രിയേറ്റിവിറ്റി പറഞ്ഞല്ലേ? ആണോ? ഫോട്ടോ ക്യാമറ വന്ന് നിക്ക്. അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ കിട്ടിയ ഒരു അറിവാണ്. കൂട്ടത്തില് ഞങ്ങളുടെ വേറൊരു കേന്തി ബായും കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ അവിടെ പുള്ളിനെ തൂക്കിയിട്ട് കാണാം. അല്ല പോണില്ല, വരുന്നില്ലെന്നാണ്. അപ്പൊ ഇനി എന്തായാലും നമുക്കൊരു ചായ കുടിച്ച് പരിപാടി അങ്ങ് തുടങ്ങാം. ചായ കുടിക്കാം. ഓക്കെ, അപ്പം ഞാനും വാസ്കോയും ഇവിടെ എത്തി. ഇവിടെ മമ്മി അവർക്ക് വഴി തെറ്റി ഗൈസ്. അവര് പെലഞ്ഞ് വരുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ദേ ഇവിടെ വന്നു. എന്തായാലും തെറ്റിച്ച് എങ്ങനെ എന്തോരം കൊണ്ടേ ഗൂഗിൾ മാപ്പ് തെറ്റിച്ചാ? ഇത് കൊമ്പൻ ടോക്ക് ഇവരെ 3 പേരെ അറിയില്ലേ. അവനെ പിന്നെ എല്ലാ ദിവസവും ഇടില്ല. അയ്യോ ഇതെന്താ? അപ്പൊ നല്ല വഴിയൊക്കെ ആയതുകൊണ്ടേ നല്ല റോഡാണ്. ഒട്ടും പണിയില്ലാത്ത റോഡായതുകൊണ്ട് ഒട്ടും ചെളിയില്ല. അച്ചായനടുത്ത് കാർന്നോൻ ഏതില്ലത്തെയാ. ഊണിന് എന്താന്ന് അമ്മയോട് ഉടനെ വാസ്കോ ഇറച്ചി എന്നാ കഴിക്കാൻ തരുന്ന ചാടി എണീറ്റ് ഒരു തെറ്റ് ആണല്ലേ. എന്തായാലും ഫുഡ് കിട്ടി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ വന്നു. അങ്ങനെ കഴിക്ക്, അച്ഛൻ കഴിക്ക്. ഓക്കെ, കുറച്ച് ചോറ്. എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ചോറില്ലെന്ന് കൊമ്പാച്ച്. എന്തൊരു കൊമ്പാച്ച് ഇറങ്ങാൻ എന്ത് ചോറ് പ്ലേറ്റിൽ വീഴില്ല ഗൈസ്. അപ്പൊ ഇനി എന്തായാലും ചോറുണ്ട്, ഇറച്ചിയുണ്ട്, എന്താ സംഭവങ്ങളൊക്കെ വരാണ്ട്. അപ്പൊ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു വാസ്കോ? ഇനി നമ്മള് ഗൈസ് പുറത്തേക്ക് പോവാണ്. എന്തായാലും വീട് നിങ്ങളെല്ലാം കണ്ടതായിരിക്കും ഗൈസ്. എന്തായാലും പുറമേ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് വീട്. ഒന്ന് കറങ്ങി കാണാം ഗൈസ്. അപ്പൊ ഇവിടെ നമ്മള് സർക്കിളിൽ നിൽക്കുവാണ്. ഇവന് കപ്പലണ്ടി വേണോന്ന് പറഞ്ഞിട്ട് ഇതേ ഇവന് കപ്പലണ്ടി കഴിച്ചില്ലെങ്കിൽ ഫ്രണ്ടോട്ട് വണ്ടി പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനല്ലേ വണ്ടി ഓടിക്കുന്നതെന്ന്. ഒരു കപ്പലണ്ടി ഇല്ലാതെ നമ്മളെ സർക്കിളിൽ ഇരുത്തി ചെന്ന് മേടിക്ക്. മിന്നൽ വാട്ടിലല്ലോ, കപ്പലണ്ടി വസ്ഥാനല്ലേ പോയത്. വീണ്ടും മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല ഈ തെണ്ടി. കണ്ടോ ഇവിടെ ഇറക്കിട്ട് പറയും ഇനി ചായ ഇല്ലാതെ മുന്നോട്ട് പോകില്ല. അവൻ കപ്പലണ്ടി കയറ്റി. ഐസ്ക്രീം കയറ്റുന്ന
അവൻ ആദ്യമേ ടെൻഡർ എടുക്കാനാണ് പോയത്. ഐസ്ക്രീം മേടിക്കാൻ ഓടി വന്നിട്ട് എനിക്കൊരു കരിക്ക് ഐസ്ക്രീം ഞാൻ നോക്കിയപ്പോൾ കൊണ്ടുപോയി കൂടുതലാണല്ലോ. ഞാൻ പറഞ്ഞ ചോക്കോ വേറെ ഇന്ത്യ അത് മതിയായിരുന്നു. കാരണം വെച്ചാൽ ഒരു എനിക്കറിയാം. ഇപ്പൊ വന്നിട്ട് ചേട്ടാ ഒരു കഴിക്കുന്ന ഞാൻ ഐസായിട്ട് പറഞ്ഞു ചേട്ടാ 2 ചോക്കോ പറഞ്ഞു എന്തെങ്കിലും ചോക്കോ പറഞ്ഞത് ഒരു ട്രൈ ചെയ്യണം. ആ ഗൈസ് അതെ ഇത് നല്ല ഡിഷാണ്. ചോക്ലേറ്റും അതെ അതെ ഇത് ഇങ്ങനെ ഐസ്ക്രീമും ചോക്ലേറ്റും വേറെ ലെവലാണ്. സോറി ഐസ്ക്രീം പഴംപൊരി. അതെ അതെ ഗൈസ് ഇടയ്ക്ക് ഇങ്ങനെ തിന്നണം. നമ്മളെന്തായാലും 3 കാരിച്ചായ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചോടാ മോനെ, നിനക്ക് ഇഷ്ടമുള്ള നീ കഴിച്ചോ. കണക്ക് പറയാതെ ആ അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറയാത്തെ. നീ കഴിക്ക് ഗൈസ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ചായ വന്നിട്ട് വേണം ഗൈസ്. ചായ, ചായന്റെ പാട്ട്, സൂര്യൻ, ഓ വൈബ്. എന്റെ ദൈവമേ സീൻ ഗൈസ്. ഇത് വ്യൂ ഉണ്ടോ? ആരാന്നറിയാവോ ഗൈസ്? ഇമ്മാനുവൽ ജോർജ് ചേന്നത്തിൽ ഊർദ്ദാൻ പറഞ്ഞ പകയിലൊരു അനിയനായിട്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തി ഗൈസ്. വയ്യ ഗൈസ്, സത്യം വയ്യ. ഇവൻ ഇന്നെന്റെ അപ്പാപ്പന്റെ കൂടെയാണ് കിടക്കണേ അല്ലേ? ഇവിടെയാണ് എല്ലാരും കിടക്കുന്നത്. അപ്പൊ എന്തായാലും അതെ ഗൈസ്. അപ്പൊ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ വാസ്കോടെ കിടന്നു അപ്പാപ്പന്റെ കൂടെ. ഇവിടെ അപ്പൊ ഞാൻ കിടക്കാൻ നേരത്ത് അപ്പാപ്പൻ ഉള്ള ഒരു അപ്പാപ്പനെ കെട്ടിപ്പിടിച്ച് വേണമെങ്കിൽ കിടന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഉറങ്ങാൻ പോണ സുഖനിദ്ര, ശുഭനിദ്ര. നാളെ രാവിലെ ഗൈസ്. അങ്ങനെ രാവിലെയായി. ഇവരെല്ലാരും കല്യാണത്തിന് പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ഇവര് പിന്നെ ഇത് എന്താ, ഓ പഴം മുട്ട ഇത് ആണല്ലേ ഗൈസ്. ഇങ്ങരുടെ കൂടെ നിന്നാൽ നമുക്ക് കുറെ കോമ്പോസ് പരിചയപ്പെടാൻ പറ്റും. രാത്രി നയിച്ചിട്ട് ക്ലിപ്സ് ഒന്നും വലുതായിട്ട് എടുക്കാൻ പറ്റില്ല, ഇരുട്ടൊക്കെ ആയതുകൊണ്ട്. അപ്പം നമുക്ക് രാവിലെ എടുക്കാല്ലേ, രാവിലെ കുറച്ച് സ്ഥലങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവിടെ നിൽക്കാൻ പറ്റാം ഗൈസ്. അപ്പം നമ്മളിപ്പോ ഒരു ട്രെയിൻ കാത്ത്, അതെ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാ എന്ത് ഇപ്പൊ നിങ്ങൾ ട്രെയിൻ കണ്ടിട്ടില്ലല്ലോ? ആ ചേർത്തലയിലെ ട്രെയിൻ കണ്ടിട്ടില്ലല്ലോ? ആണോ? അയ്യണോ മോനെ. ഓ ട്രെയിൻ. ട്രെയിൻ കണ്ടില്ല എന്നൊന്നും പറയരുത് കേട്ടല്ലേ. ആ ഇനിയിപ്പോ ഞാൻ അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് കാണും. കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. പിന്നെ ഞാൻ ബീച്ചിൽ നിനക്ക് 3-4 തെങ്ങും ഈ ടൈമിൽ കൂടെ വന്ന മണ്ടത്തരല്ലേ തണല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരേണ്ടത് ബീച്ചിലോട്ട്? ഈവനിങ് ആണ് വരുന്നത്. പൊട്ടന നിന്റെ നാട്ടിൽ വന്നിട്ട് കോഴിക്കോട് 6 മണിക്കുള്ളിൽ കയറാൻ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ ഈവനിങ്ങിന് എത്തും. നേരം പോകും ആണല്ലേ? ഓ ഓക്കെ. അപ്പൊ നേരെ ഇവിടുന്ന് പോണേനേക്കാളും ഭേദമല്ലേ എന്തിലൊക്കെ കണ്ടിട്ട് പോകുന്നേ. ചായ കുടിച്ചിട്ട് അവിടുന്ന് കാപ്പി കുടിച്ചാണ് എന്നാലും ഒരു ചായ കുടി ഗൈസ്. നല്ല തണലുള്ളതുകൊണ്ട് ഞങ്ങള് തണലത്തൊരു ചൂട് ചായ കുടിക്കാൻ പോകുന്നു. സത്യം നമ്മൾ പ്രതീക്ഷയില്ല. നമ്മൾ വിചാരിച്ച് മഴയൊക്കെ ഇതിങ്ങനെ മഴക്കാരൊക്കെ വെച്ചിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ ഒരു സംഭവം വന്നില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോ എങ്ങനെ ഇറങ്ങിയത് നല്ല അടിപൊളി ബീച്ച്. ആ അത് കണ്ടിട്ടുണ്ടോ വാസ്കോ? അതറിയാൻ മേലുള്ള ഞാൻ എന്താന്നറിയാം. എന്താ കടലിൽ ഈ കളറ്? ഒരു സ്ഥലം ഞാൻ തങ്കിന്ന് ഒരുത്തിനോട് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരാൾ ഫങ്കി സെർച്ച് ചെയ്ത് വെച്ചിട്ട് എന്തായാലും വാസ്കോ ബീച്ച് ഉണ്ടല്ലേ? ഇഷ്ടപ്പെട്ടാ? ആ ഇല്ലേ. അപ്പൊ എന്തായാലും കടലെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ കടലിലെന്തോ ഇങ്ങനെ കിടക്കുന്നേ അഴുക്കായിട്ട്? ചെമ്മീൻ കമ്പനി ഇവിടെ അടുത്തുണ്ട്. അതിൽ നിന്ന് വരുന്ന വെള്ളം. മഴ പെയ്ത ഈ ചളിവെള്ളം കളർ സ്മെല്ല് വരൂല. നീ ഏത് ഇവൻ ഏതോ എന്തോ എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് മറ്റേ ID ക്ലാസ്സാ. മഴ പെയ്ത കടലിൽ പക്ഷെ ഈ കറുപ്പ കളർ അതല്ല. ഞാൻ പറഞ്ഞു സാർ ഹലോ അളിഞ്ഞു പോയിട്ടേക്ക് ഇവിടെ കിടക്കാം. ചെമ്മീന്റെ
കേട്ടാ അല്ല guys, ഹോസ്പിറ്റല് ഇത് ഞാൻ പറയട്ടെ ഹോസ്പിറ്റലൊന്നുമല്ല guys, ഇത് ചെമ്മീന്റെ ഏതോ ഫാക്ടറിന്ന് വന്നതാ. ഒരു ചായ കുടിക്കാൻ ഞാൻ പറയണേ ആ സാധനം ഒരു പട്ടിയുടെ പറയാ വേറൊരു പട്ടി എന്താ സ്വന്തം മോനെ പോലെ എന്നാ അതിനെ എടുത്ത് പോക്കറ്റ് ഇട്ട് വളർത്ത് എന്നിട്ട് ബൂട്ട് ക്യാമ്പിലേക്ക് കൊണ്ടുവച്ചാല്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിർത്തി. ഈ പ്രാവശ്യം നമ്മള് വേറൊരു വഴിയാ പോകുന്നതെന്ന് വിചാരിച്ചു. നമ്മള് തീരദേശം പിടിച്ചു പോവാന്ന് വിചാരിച്ചപ്പോ ഇവിടെ ഫുള്ള് തടം കൈസ് എന്ന് പറഞ്ഞാൽ തടം എന്ന് പറഞ്ഞാൽ കൈസ് നിങ്ങൾ നോക്ക്, ഇവിടെ ഫുള്ള് ഈ മീൻ വളർത്തുന്ന സംഭവമാണ് കൈസ്. തടമെന്നല്ല അതിനെ പറയുന്നേ, തടമെന്നാണോ അറിയാമല്ല കൈസ്, എനിക്ക് ക്ലിയർ അറിയാമല്ല തടമെന്നാണ് കൈസ് ഫുള്ള്. എന്റെ വീട് ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് ചൂണ്ടിട്ട് മൂന്നെണ്ണത്തിന് പിടിച്ചിട്ട് മസാലയൊക്കെ തേച്ച് അടിച്ച് കിടന്നു കൈസ്. ഇത് കണ്ടു മീനെ കണ്ടോ, എണ്ണം കരിമീൻ മീഡിയ ആയിട്ടുള്ളൂ, ഇനി വളരാനുണ്ട്. അതെ കൈസ്, ഇത് വളർത്തുന്നതാണ്. ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ ആ കൈയില്ലേ നിന്റെ ആണ്. നീ കാരണ വാസ്കോ, നീ എന്ത് ചുമ്മാ ബൈ ഞൂക്കത്തില്ല വാ, നീ ഞാൻ ഇനി വരില്ല പാവപ്പെട്ടവനും ഊക്കി നീ വിഷയിപ്പിച്ച്. ഞാൻ എല്ലായിടത്തും മാപ്പ് വയ്ക്കുന്നത്. ഇനി ഞാൻ ടോക്കിയോ വേണ്ടി രാജാവ് തമ്പുരാനെ ആശാനെന്ന് വിളിച്ചാൽ പാവത്തിന് ഊക്കി എന്റെ ബായ് ബൈ ബാ. കേന്ദ്രീകരിക്കുന്ന ഒരാളെ ഇയാള് മാത്രമല്ല, അതിപ്പോ പണ്ടില്ലേ ഈ ആംഗിളിൽ അവിടെ നിന്ന് എടുക്കണം. ഓ സാറേ, ഇത് ഞാൻ നോക്കാൻ നേരത്തെ ഒരാള് കുനിഞ്ഞേക്ക് കിട്ടിയാ കിട്ടി ഗൈസ്, കിട്ടി. ടയർ എവിടെ? ഞാൻ ഇങ്ങോട്ട് നോക്കി, ടയർ എവിടെ? ടയർ എന്തിനാ വണ്ടിയിലെ ഇതുപോലെ വണ്ടിയാണെന്ന് പറഞ്ഞാ പോരെ, വണ്ടിയാണെന്ന് പറഞ്ഞാ പോരെ, അവിടെ KTM എഴുതി വെച്ചാ മതി. കട്ട തിരിച്ചാ മതി. അതെ നല്ല ഫോട്ടോ ആയിരുന്നടാ, ഇതിന്റെ ഫ്രണ്ട് ടയർ നീ കട്ടാക്കി കളഞ്ഞു. ഓ അന്ന് ആ ഒരു ടയർ എഡിറ്റ് ചെയ്ത് വരച്ച് വെച്ചു കൊടുക്ക്. തിരിഞ്ഞിരിക്കുന്ന ചെറിയ ടയർ കഷ്ണം പോയ കുഴപ്പമൊന്നുമില്ല. ഭംഗി അവിടെയല്ല പോണേ. അതിനകത്ത് ഫോട്ടോയിൽ നിങ്ങൾ വന്നപ്പോഴേ ഭംഗി പോയി. അത് ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഭംഗി കുറവാതാ ഗൈസ്. അപ്പൊ ഇനി എന്തായാലും വാസ്കോ അറിഞ്ഞോണ്ട് നമുക്ക് ഇനി അവിടെ ചെന്ന് കാണാം ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഒന്ന് കേറിയതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? വലുതായിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല, കാരണം ഇന്നലെ രാത്രി ആണ് നമ്മൾ അവിടെ എത്തിയത്. ഓക്കെ, ഏകദേശം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ടൈമിൽ നല്ല ഇരുട്ടായി. പിന്നെ നമ്മൾ ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ, മഴ ഉണ്ടായിരുന്നു, ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും എങ്ങനെയാ ഒരു ഓർഡർ ആയാലോ? ഓർഡർ ആവാം ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ.